ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു കാരമൽ ക്യാൻഡിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈ ക്യാൻഡി എന്ന് പറയുമ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല മധുരമാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബബിൾക്കം പോലെ നമുക്ക് ചവച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ഇത് വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു നോക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലൊരു പാത്രം ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. എന്നിട്ട് അതിലോട്ടൊരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അത് കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ആവണം. അപ്പോൾ ഒരു നല്ല ബ്രൗൺ കളറായിട്ട് കാണാൻ പറ്റും. അപ്പം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പം ഇത് നല്ല പോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അടുത്തതായിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ കാണാം. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ 1 കപ്പ് പഞ്ചസാരയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതിന് കുറച്ച് ഇതിലോട്ട് ഈ വെള്ളത്തിലോട്ട് ഒഴിച്ച് നോക്കണം. അപ്പോൾ വെള്ളത്തിലോട്ട് ഒഴിക്കുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് അത് കറക്റ്റായിട്ട് പുറത്തോട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് എവിടെ ഒട്ടാതെ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ പുറത്തോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് 3 ടീസ്പൂൺ ബട്ടറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്യുവാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലുള്ളൊരു മോൾഡ് നമ്മളിപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പാത്രം കുറച്ച് വലുതായതുകൊണ്ട് ഫോയിൽ ഷീറ്റ് വെച്ച് പകുതിയാക്കി എടുത്തിരിക്കുകയാണിത്. ഞാൻ ഉണ്ടാക്കി വെച്ച് ബാറ്ററി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്കിത് ക്യാൻഡിയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കാരമൽ ക്യാൻഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക.